എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞ അതേ പ്രകാരം തന്നെയാണ് ഇന്നലെ ട്രേഡ് നടന്നത്. നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ കാണാൻ കഴിയും. അതായത് ഒരു റിക്കവറി പ്രതീക്ഷിക്കുന്നു, ഇത്ര വരെ പോകും. അത് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ടല്ല, ചൊവ്വ ബുധൻ ഒഴിവാണ് വ്യാഴം വെള്ളി, ഈ 3 ദിവസങ്ങൾ കൊണ്ട് സെൻസെക്സ് 1000 പോയിൻറ്റും അതുപോലെ നിഫ്റ്റി ഞാൻ പറഞ്ഞത് നമുക്ക് ചാർട്ടിലേക്ക് നോക്കാം. ഞാനിത് ഇപ്പോൾ വരച്ചതൊന്നുമല്ല, നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. മിനിഞ്ഞാന്ന് വൈകുന്നേരം വരച്ചതാണ്. 23,600 അല്ലെങ്കിൽ 23,700 വരെ പോയിട്ടായിരിക്കാം നിഫ്റ്റിന് ഡൗണിലേക്ക് വരിക എന്നാണ് പറഞ്ഞത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി 51,000 പോയിട്ടായിരിക്കാം ഇനി ഡൗൺ സൈഡ് പ്രതീക്ഷിക്കേണ്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതേപോലെ സെൻസെക്സിൽ 1000 പോയിൻ്റ് പോയി തിരിച്ചായിരിക്കാം വരിക. അതായത് 78,550 ലെവലൊക്കെ പോയിട്ടായിരിക്കാം തിരിച്ച് താഴേക്ക് ഇനി വരവുണ്ടാവുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് 2-3 ദിവസം കൊണ്ടല്ല, ഇന്നലെ ഒരൊറ്റ ദിവസത്തിലാണ് സംഭവിച്ചത് എന്നതാണ് അത്ഭുതം. നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതായത് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വാച്ച് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റാണ്. ഇത് 1 ഡേ ടൈം ഫ്രെയിമാണ്. ഞാനിത് നിങ്ങൾക്ക് 23,600 700 ലെവലിൽ പോയിട്ട് തിരിച്ചു വരുമെന്ന് പറയാൻ വേണ്ടി ആക്കി. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 23,582 മുകളിലാണ് ഒരു എൻട്രി പറഞ്ഞിരുന്നത്. 23,530 എൻട്രി പറഞ്ഞു. പക്ഷേ ഒരു 50 പോയിൻ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടെ സെക്യൂറായി പോകാം എന്നാണ് പറഞ്ഞത്. 23,582 മുകളിൽ എടുക്കാൻ പറഞ്ഞു. നോക്കൂ, ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ക്യാൻഡിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടില്ലെങ്കിലും ഈ തേർഡ് ക്യാൻഡിൽ നിന്നെങ്കിലും ഒരു കൺഫർമേഷന് വേണ്ടി കാത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കൂ, 140 പോയിൻറ്റിൻ്റെ റാലിയാണ് നമുക്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റായിട്ട് ലഭിച്ചത്. അതേപോലെ ഡൗൺ സൈഡിലേക്ക് 23,350 താഴെയാണ് പറഞ്ഞത്, അത് വന്നിട്ടില്ല. നിഫ്റ്റിയിൽ ഇനി നാളെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിയും, ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയുമോ ഇല്ല കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കുമോ എന്നതിന് എനിക്ക് പറയാനുള്ളത്, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അത് നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്ത് പറയാം. അതിനു മുമ്പ് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞത് 50,605 മുകളിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 50,605 മുകളിലാണ് ഒരു എൻട്രി പറഞ്ഞത്. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി ലഭിച്ചിട്ടുണ്ട്. നോക്കൂ, ഇനി ഇവിടെ നിന്ന് എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുവരെയാണ് മാർക്കറ്റ് പോയത്. 280 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് 51,000 വരെ പോകുമെന്നാണ്. 51,000 വരെ പോയില്ലെങ്കിലും 50,983 വരെ പോയിട്ടുണ്ട്. ഏകദേശം നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് ഒരു 12-13 പോയിൻറ്റും കൂടെ ഉള്ളൂ. അതേസമയം നിഫ്റ്റിയിൽ 23,700 വരെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. 600-700 ആ റേഞ്ചാണ് പറഞ്ഞത്. പക്ഷേ അത് ഈ നിഫ്റ്റിയാണ് ഏറ്റവും 23,780 വരെ പോയത്. അതായത് 80 പോയിൻറ്റ് കൂടുതൽ നമ്മൾ പറഞ്ഞതിലും വെച്ച് പോയിട്ടുണ്ട്. അതേപോലെ സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ ഒരു 1000 പോയിൻറ്റ് പോയിട്ടായിരിക്കാം വരിക എന്നാണ് പറഞ്ഞത്. 78,550 പറഞ്ഞത്. നമ്മൾ സെൻസെക്സ് പോയത് 78,450, 100 പോയിൻറ്റിൻ്റെ കുറവിൽ സെൻസെക്സിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 700 പോയിൻറ്റിൻ്റെ റാലി നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും 3 ഇൻഡെക്സിലും നമ്മുടെ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. മാത്രമല്ല ഈ മുഴുവൻ പോയിൻ്റ് കിട്ടിയെന്ന് നമ്മൾ ഒരിക്കലും അവകാശപ്പെടേണ്ട, അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ പ്രോഫിറ്റ്, നമ്മുടെ ടാർഗറ്റ് ഒരു ദിവസം നിങ്ങൾ 1000-ഓ 2,000-ഓ 3,000-ഓ എത്രയാണ് നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് ലോട്ട് സൈസ് കൂട്ടുക. അതിനനുസരിച്ച് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങി വരിക. ഇത് ഫുൾ പോകുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ അങ്ങനെ ഇരിക്കണമെന്നില്ല. ഓക്കെ, ഏതായിരുന്നാലും ഇതൊക്കെ ഒരു ടെക്നിക്കലിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ നമ്മുടെയൊന്നും കഴിവല്ല. എല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതൽ കാലം ഇതുമായിട്ട് മല്ലിക്കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നമുക്ക് മാത്രമല്ല, പിന്നെ അത്യാവശ്യം കുറച്ചൊന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുകയും കൂടി ചെയ്താൽ സിമ്പിളായിട്ട് ആർക്കും മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി വരാം. ഓക്കെ, നമുക്ക് നാളെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും.
ഓക്കെ, നമുക്ക് ആദ്യം നിഫ്റ്റിയിലേക്ക് വരാം. അതായത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായി, നിഫ്റ്റി എന്നല്ല, നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലുമൊക്കെ വളരെ ഈസി ആയിട്ട് നാളെ ട്രേഡ് ചെയ്യാൻ കഴിയും. കാരണം നമുക്കിത് 1 ഡേ ടൈം ഫ്രെയിം അല്ലേ, 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ടാവും. ഇവിടെ നോക്ക്, ഒരു വി ഷേപ്പ് റിക്കവറിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇതൊരു വി ഷേപ്പ് റിക്കവറിയാണ്. എന്നാലോ ഇന്നലെ തന്നെ അത് മുകളിലേക്ക് പോയി നേരെ താഴെ എ ഷേപ്പ് താഴത്തേക്കും വന്നു. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് 2 ദിവസത്തിനകത്ത് തന്നെ വി ഷേപ്പ് റിക്കവറിയും അതിന് വിപരീതമായിട്ട് എ ഷേപ്പിലേക്ക് ഡൗൺ സൈഡും വരുമ്പോൾ തീർച്ചയായും മാർക്കറ്റ് നാളെ ഒരു 1 സൈഡ് മൂവ്മെൻ്റ് ആയിരിക്കാം. അത് മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും 1 സൈഡ് മൂവ്മെൻ്റ് ആയിരിക്കാം. അതിനനുസരിച്ച്, അതായത് നമ്മളിപ്പോൾ വരയുന്ന ആ ലെവലിൻ്റെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുത്ത് വയ്ക്കാം, സ്റ്റോപ്പ് ലോസും വെച്ച് മിണ്ടാതെ ഇരിക്കാം. ഓക്കെ, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്ന രൂപത്തിൽ നമുക്ക് നാളെ നോക്കാം. ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് നാളെ ഇത് തന്നെയാണ് 23,347 താഴെ, അതിന് താഴെ നിങ്ങൾ എൻട്രി എടുത്താൽ മതി ഡൗൺ സൈഡിലേക്ക്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 23,468 കൂടുതലൊന്നുമില്ല, ഒരു 80 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ. അതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണം 23,400 ആ ലെവൽ. പക്ഷേ അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട്, സ്ട്രോങ് സപ്പോർട്ടാണിത്. അതുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ബുദ്ധിമുട്ടാവും. 23,345 താഴെ എടുത്താൽ മതി. ഓക്കെ, ഇനി ബൈ ചാൻസ് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 23,785 മുകളിലാണ് 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി ഉള്ളൂ. ഓക്കെ, ഇനി 5 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ ഡൗൺ സൈഡിലേക്ക് നിങ്ങൾക്ക് 23,347 താഴെ തന്നെ വന്നാൽ മതി. അപ്പ് സൈഡിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പ് സൈഡിലേക്ക് ഈ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്ന് നമുക്ക് എടുത്തു പോകാം 23,700. ഓക്കെ, ഒരു 100 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉള്ളൂ. അവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 23,700 മുകളിൽ 5 മിനിറ്റ്സിൽ എടുത്തു പോകാം. 1 അവറിൽ 23,786. ഓക്കെ, 23,720 മുകളിൽ 5 മിനിറ്റ്സിലും 23,786 മുകളിൽ 1 അവറിലും നിങ്ങൾക്ക് നിഫ്റ്റിയിൽ നാളെ എൻട്രി എടുക്കാം. ഡൗൺ സൈഡിലേക്ക് 23,345 താഴെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാക്ക് ചെയ്യാം. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്കാണ് വരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കൂ, സമാനമായി തന്നെ ബി ഷേപ്പ്, എ ഷേപ്പ്. ഓക്കെ, നാളെ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലാവുമ്പോൾ 50,080 താഴെ, നമ്മൾ മിനിഞ്ഞാന്ന് വരഞ്ഞു തന്നെയാണ്, 50,080 താഴെ 5 മിനിറ്റ്സിലും നിങ്ങൾക്ക് ഇവിടെ വരഞ്ഞിട്ടുണ്ട് 50,285 താഴെ. ഓക്കെ, അപ്പോൾ 1 അവർ 5 മിനിറ്റ്സ് ഡൗൺ സൈഡിലേക്കായി. അപ്പ് സൈഡിലേക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എൻട്രി 50,600 മുകളിൽ, 50,600 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. 5 മിനിറ്റ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് എൻട്രി എടുക്കാനുള്ളത് 50,450 മുകളിൽ 5 മിനിറ്റ്സിൽ. ഓക്കെ, ഇതാ ഇവിടെ വരഞ്ഞിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഇനി സെൻസെക്സിലേക്ക് വരുമ്പോൾ ഡൗൺ സൈഡിലേക്ക് 5 മിനിറ്റ്സ് ക്യാൻഡലിൽ 77,150 താഴെ തന്നെയാണ് 5 മിനിറ്റ്സിലും 1 അവറിലും. അത് നമ്മൾ മിനിഞ്ഞാന്ന് വരച്ചത് തന്നെയാണ്. അതിന് താഴെ വന്നിട്ടില്ല, അതിനടുത്തും വരാത്തതുകൊണ്ട് നമുക്ക് അത് തന്നെ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി അപ്പ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ നമുക്ക് മിനിഞ്ഞാന്നത്തെ എൻട്രി പ്രൈസിന് മതി 77,680. ഓക്കെ, 77,680 മുകളിൽ നമുക്ക് വീണ്ടും എൻട്രി എടുത്ത് പോകാം. 1 അവറിലേക്ക് മാറ്റുമ്പോൾ 78,400 മുകളിൽ, കുറച്ചുകൂടെ മുകളിൽ എടുക്കുന്നതാണ് ഒന്നുകൂടെ സേഫ്റ്റി. 78,450, 78,450 മുകളിലേക്ക് എടുത്താൽ മതി. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ 3 ഇൻഡെക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. നമുക്ക് വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകാനുള്ള സാധ്യത? വീണ്ടും ഡൗൺ സൈഡിലേക്കാണോ, ഇല്ല ഇനി അപ്പ് സൈഡിലേക്ക് പോകാൻ തുടങ്ങിയോ എന്നുള്ളതൊക്കെ നോക്കാം. അതിന് നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ കഴിഞ്ഞ 2 മാസക്കാലം, 2 മാസം വെക്കേണ്ട, കഴിഞ്ഞ 1.5 മാസക്കാലം, ഇതിപ്പോൾ നവംബർ പകുതി 20 ആയല്ലോ അല്ലേ,
ഏകദേശം 1.25 മാസക്കാലമായിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ ഫുൾ റെഡാണ്, ഈ മാസവും ഫുൾ റെഡാണ്. ഇനിയും താഴേക്ക് വരും. ഈ മാസം ഒന്നുകൂടെ താഴേക്ക് വരാൻ തന്നെയാണ് സാധ്യത. ഇനി അല്പം മുകളിലേക്ക് പോയാലും റെഡിൽ തന്നെ ക്ലോസ് ചെയ്യും. മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ലോ ആയിട്ട് ആക്ട് ചെയ്യുക ഇവിടെയാണ്. 70,050 റേഞ്ചിലേക്ക് സെൻസെക്സ് വന്നിട്ട് തിരിച്ച് പോവാനാണ് ഇനി സാധ്യത ഉള്ളൂ. അതായത് ഇനി വരുന്ന 2 മാസങ്ങളിൽ കൂടെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ നിഫ്റ്റിക്ക് വരുമ്പോഴും അതുപോലെ തന്നെയാണ്. നിഫ്റ്റിയിൽ ഒന്നുകൂടെ വലിയ റെഡ് ക്യാൻഡിലാണ് ഫാം ആയിരിക്കുന്നത്. നിഫ്റ്റിയുടെ പ്രീവിയസ് ലോ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണുള്ളത് 21,200. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് 21,000 വരെയൊക്കെ വരുമോ എന്ന്? തീർച്ചയായും മാർക്കറ്റ് ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപക്ഷെ 22,000 വന്നിട്ടായിരിക്കാം, 21,200 വന്നിട്ടായിരിക്കാം തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ 21,200 പ്രീവിയസ് ലോ എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 47,100. ബാങ്ക് നിഫ്റ്റിയിൽ അതിന് താഴെ വരും എന്നൊന്നും വിചാരിക്കണം. പലരും പറയുന്നത് 41,000 വരെ വരുമെന്നൊക്കെ. അതൊക്കെ വെറുതെ പുളു അടിക്കുന്നതാണ്. അത്രയൊന്നും വരാനുള്ള സാധ്യത അല്ല. 41,000 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നോക്കൂ, ഈ പ്രീവിയസ് ലോയ്ക്ക് വരണം, അതിനും താഴെ വരണം. ഈ ലെവലൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. 47,000 വരെ എന്തായാലും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതും നമ്മൾ അത്ര കൺഫേമായിട്ട് ഉറപ്പിക്കൊന്നും വേണ്ട, മാർക്കറ്റാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ടെക്നിക്കലിൽ പറയുന്നതാണ്, ടെക്നിക്കൽ അനാലിസിസിൻ്റെ പിൻബലത്തിലാണ് പറയുന്നത്. ഓക്കെ, 47,100 അടുത്ത പ്രീവിയസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും വരും മാസങ്ങളിൽ, വരും നാളുകളിൽ, വരും ആഴ്ചകളിൽ മാർക്കറ്റ് ഇനിയും സ്വല്പം കൂടെ ഡൗണിലേക്ക് തന്നെ വരാനാണ് സാധ്യത. ഏതായിരുന്നാലും ഞങ്ങൾ പറഞ്ഞ ഈ ലെവലുകൾ നിങ്ങളുടെ ചാർട്ടിലേക്ക് ഈ 3 ഇൻഡെക്സുകളും ആഡ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വരച്ച് നമ്മൾ പറഞ്ഞ പ്രൈസ് എത്തുമ്പോൾ കൃത്യമായി ക്രോസ് ആൻഡ് ക്ലോസ് ഒക്കെ ചെയ്തോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എൻട്രി എടുത്ത് വെയിറ്റ് ചെയ്യുക. തീർച്ചയായും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്, റെക്കമെൻഡേഷനോ സജഷനോ അല്ല.